ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വെയിലിൽ ചെയ്തു വയ്ക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നല്ല കത്തി കാളണ വെയിലല്ലേ, അപ്പോൾ വെയിലും കളയണ്ട, അതും നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ കുറച്ച് പാവയ്ക്ക മഞ്ഞച്ചിട്ടുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. അതിൻ്റെ അകം നല്ല പച്ച തന്നെയാണ്, കളർ ഈ ചൂടിൻ്റെ അങ്ങനെ മാറിയിട്ട് ഉള്ളൂ, അല്ലാതെ അങ്ങനെ പഴുത്ത് അങ്ങനെ നാശമായി പോയ പാവയ്ക്കല്ല, നല്ല കട്ടിയുണ്ട് അതിന്. അപ്പോൾ ആ പാവയ്ക്ക് ഞാനിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിരുമ്മിയെടുക്കുകയാണ്. അപ്പോൾ ഇത് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇടാതെ ഉപ്പ് മാത്രം ഇട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നവരുണ്ട്. ഇങ്ങനെ കൊണ്ടാട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വറുക്കുമ്പോൾ നല്ലതായിരിക്കും കഴിക്കാൻ നേരത്ത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് തിരുമ്മി എടുത്തിട്ട് ഇങ്ങനെ കുറേ സമയം വച്ചേക്കൊന്നും ചെയ്യരുത്. അപ്പോൾ ഇത് തിരുമണ നേരത്ത് നമ്മൾ ആവി കയറ്റാനായിട്ടുള്ള പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഈ പാവയ്ക്ക അപ്പം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ വച്ചേർന്ന് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളവും ഇങ്ങനെ ഉപ്പല്ലേ, അപ്പോൾ കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം ഊറി വരും. പിന്നെ ആ വെള്ളത്തെ പാടെ പിന്നെ നമുക്കത് കൊള്ളില്ല. വെള്ളം വരുന്നതിന് മുമ്പ് തന്നെ ആവി കയറ്റാനായിട്ട് വയ്ക്കണം. ആവി കയറ്റാൻ വെച്ച് കഴിഞ്ഞാലും നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന പാനിലേക്കാണ് ഇപ്പോൾ ഇത് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒറ്റ ആവി കയറിയാൽ മതി കേട്ടോ. കൂടുതൽ സമയം ഇങ്ങനെ 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ച് വേവിച്ചെടുക്കരുത്. ആ ആവി ആ ചൂടെല്ലായിടത്തേക്കും ഒറ്റ പ്രാവശ്യം കയറിയാൽ മതി, അത്രയും മതി. പിന്നെ ഇതിരിക്കും തോറും ഇത് വെന്ത് പോവും. അങ്ങനെ ആയി കഴിയുമ്പോഴും അത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുഴഞ്ഞു പോകും. അപ്പോൾ ഇത് ഒറ്റ ആവിക്ക് നമ്മൾ തീ ഓഫ് ചെയ്തേക്കുക. എന്നിട്ട് അത് തണുക്കാനായിട്ട് വയ്ക്കുക. ചൂടൊക്കെ ആറി തണുത്തതിന് ശേഷം ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണക്കാനായിട്ട് പോണത് അതിലേക്ക് ഇട്ടിട്ട് വെയിലത്ത് കൊണ്ടുപോയി വയ്ക്കുക. അപ്പോൾ ഇത് ഞാൻ ഈ താലത്തിനകത്ത് ഇട്ടിട്ട് വെയിലത്തേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് 2 ദിവസത്തെ വെയിൽ മാത്രം മതി, അപ്പം തന്നെ ഇത് ഉണങ്ങും. ഇപ്പോഴത്തെ വെയിലാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ടാവും, അങ്ങനത്തെ ചൂടാണ്. ഇത് പിന്നെ വേറൊരു ദിവസമാണ് കേട്ടോ. ഇത് നെല്ലിക്കയാണ്. ഇത് ഞാൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനല്ല, അച്ചാറുണ്ടാക്കാനാണ്. പക്ഷേ ഈ അച്ചാറും ഇച്ചിരി വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ പോലെ തന്നെ നെല്ലിക്ക മുഴുവനെ തന്നെ ഞാൻ ആവിയേറ്റിയെടുത്തതാണ്. ഒരു 10-15 മിനിറ്റ് ആവിയേറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് അടർത്തിയെടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, നമ്മളിത് അച്ചാറുണ്ടാക്കാനാട്ടോ. അപ്പോൾ കൊണ്ടാട്ടത്തിനല്ല അച്ചാറിനാണ്. അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എരിവിന് എത്ര മുളക് പൊടി വേണോ അത്രയും മുളക് പൊടി ഇടുക. പിന്നെ ഉലുവയും കായവും വറുത്ത് പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇതിന് എന്താ ചെയ്യാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ വെയിലൊന്ന് കൊള്ളിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഉലുവയും കായാട്ടോ ഇട്ടത്. ആദ്യം കാണിച്ചത് കായവും ഇപ്പോൾ ഇട്ടത് ഉലുവയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെച്ചിട്ട് വെയിലത്ത് കൊണ്ടുപോയി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഈ അച്ചാറിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ നെല്ലിക്കയെല്ലാം ആ വെയിൽ കൊണ്ടിട്ട് ഒന്ന് വാടി വരും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വെയിലൊന്ന് കൊണ്ട് കഴിയുമ്പോഴത്തേനും ഇതിലേക്ക് ഈ ഉപ്പും ഈ മസാലകളെല്ലാം നല്ലപോലെ പിടിച്ചിട്ട് നെല്ലിക്കയ്ക്കൊരു വാട്ടം വരും. ആ ടേസ്റ്റിന് ഈ അച്ചാർ കഴിക്കാൻ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ വെയിലത്ത് ഞാൻ വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് നാരങ്ങയാണ്. ഇത് അച്ചാർ പോലെ തന്നെ ഇതേപോലെ തന്നെ എല്ലാം തേച്ചിട്ട് വെയിൽ ഒളിക്കാൻ വെച്ചതാണ്. ഇപ്പോൾ ഇത് കൊണ്ടുവച്ചത് നെല്ലിക്ക. ഈ നെല്ലിക്ക ഞാനിപ്പോൾ ഈ പാളയിലാട്ട് വെച്ചേക്കണം. ഇത് ഞാനിതിൽ നിന്ന് മാറ്റും. എനിക്ക് ആ താലത്തിലേക്ക് ഇടണം. കാരണം നല്ലപോലെ നിരത്തിയിട്ടാലാണ് എല്ലായിടത്തേക്കും ഒരുപോലെ വെയിലുള്ളൂ. അപ്പോൾ ഈ പാവയ്ക്ക മാറ്റിയിട്ട് ഞാൻ ഈ താലത്തിൽ ഇതിടും. അപ്പോൾ ഇത് വയ്ക്കാനായിട്ട് ഞാൻ വേറെ പാത്രം എടുത്തുകൊണ്ട് വന്നില്ല, താഴെ പോയിട്ട് വേണം. ഇത് കണ്ടോ, ഇത് പഴമാണ്. നമ്മുടെ ചെറുപഴം ബാക്കി വന്നത് അരിഞ്ഞ് വെയിലത്തേക്ക് വെച്ചതാണ്. ഇതിങ്ങനെ ഉണങ്ങി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കേടായും പോവില്ല. ആ വെയിലത്ത് നമുക്ക് അതിനെയും ഉപയോഗപ്പെടുത്തിയെടുക്കാം, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ടെറസിന് മുകളിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ കുറച്ച് കോവയ്ക്ക ഉണ്ടായി കിടക്കണേണ്ടത്. എന്നാൽ പിന്നെ ഇനി അത് പറിച്ചിട്ട് താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ താഴെ പോയിട്ട് വേണം എനിക്ക് ഈ നെല്ലിക്ക പാവയ്ക്ക ഇടാനായിട്ട് വേറെ പാത്രം കൊണ്ടുവന്നിട്ട് നെല്ലിക്കനെ ഈ താലത്തിൽ നിരത്തി വയ്ക്കണം. എന്നാലാണ് വൈകുന്നേരം ആകുമ്പോഴത്തേനും അത് പാകമായിട്ട് വരുള്ളൂ. അങ്ങനെ പിന്നെ മോനുണ്ടായിട്ട് മുകളിൽ, അപ്പോൾ എൻ്റെ കൈയെത്താത്ത സ്ഥലത്ത് അവനെ കൊണ്ട് ഞാൻ ആ കോവയ്ക്കൊക്കെ പറിപ്പിച്ചെടുക്കുകയാണ്. പിന്നെ ഇത് വേറൊരു ടൈപ്പ് കോവയ്ക്കാണ്. 2 ടൈപ്പ് കോവയ്ക്ക നട്ടിട്ടുണ്ട് കേട്ടോ ടെറസിൻ്റെ മുകളിൽ.
അപ്പോൾ അതെല്ലാം പറിച്ചെടുക്കാണ്. പിന്നെ നമുക്ക് ഈ പാവയ്ക്ക മാത്രമല്ല കേട്ടോ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് കോവയ്ക്ക, അച്ചിങ്ങ, വെണ്ടയ്ക്ക ഏത് പച്ചക്കറി വെച്ചിട്ടും ഇതുപോലെ കൊണ്ടാട്ടം ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ അച്ചിങ്ങ അങ്ങനെയുള്ള വെണ്ടയ്ക്ക അതൊക്കെ ഒട്ടും വേവില്ലാത്ത സാധനങ്ങളാണല്ലോ. അപ്പോൾ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന് മുകളിൽ പെട്ടെന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് നല്ല പോലെ തിളച്ചിരിക്കുമ്പോൾ ഒറ്റ സ്റ്റീം കയറിയാൽ മതി. എന്നിട്ട് അത് കൊണ്ടുവന്ന് ഇതുപോലെ വെയിലത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടാട്ടാക്കി വെച്ചാൽ മഴക്കാലത്തേക്കൊക്കെ നല്ലതാണ്. മഴക്കാലത്തേക്കൊന്നും ഇരിക്കില്ല കേട്ടോ. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അത് ഫ്രൈ ചെയ്താൽ അപ്പം തന്നെ തീരും. അപ്പോൾ ഞാൻ ടെറസിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന കോവയ്ക്കാട്ടോ, 2 ടൈപ്പ് കോവയ്ക്കകൾ. അപ്പോൾ അത് ഞാൻ താഴേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.